പത്തനംതിട്ട ജില്ലയിലെ പമ്പാനദീ തീരത്തുള്ള പൈതൃക ഗ്രാമമായ ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കായികോത്സവമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ അതിപുരാതനമായ വള്ളംകളിയും ഇതുതന്നെയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് വള്ളംകളി നടക്കുന്നത്. ആറന്മുള വള്ളംകളിക്ക് തിരുവോണമായും സദ്യയുമായും ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ആറന്മുള വള്ളംകളിയുടെ ചരിത്രം ഇങ്ങനെ: ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ആറന്മുളയിലെത്തുന്ന ഭക്തർക്കെല്ലാം സദ്യ നൽകുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ നൽകുന്നത് ആറന്മുളയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള കാട്ടൂർ മങ്ങാട്ട് ഇല്ലത്തു നിന്നുമാണ്. തിരുവോണത്തോണിയിലാണ് സദ്യക്കുള്ള സാധനങ്ങൾ മനയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പമ്പയാറ് വഴി എത്തിക്കുന്നത്. ഒരിക്കൽ ഇതുപോലെ സാധനങ്ങളുമായി വന്ന തിരുവോണത്തോണി കള്ളന്മാർ ആക്രമിക്കുകയും പിന്നീട് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്നതിന് വേണ്ടി ആറന്മുള ക്ഷേത്രത്തിന്റെ 52 കരകളിൽ നിന്നും 52 പള്ളിയോടങ്ങൾ പണിതു അത് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എല്ലാ വർഷവും നടത്തുന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി മുതൽ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല വരെയുള്ള 52 കരകളിൽ നിന്നുമായി 52 പള്ളിയോടങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇത്തവണത്തെ അതായത് 2025 ജലോത്സവത്തിൽ വിജയികളായത് എ ബാച്ച് വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കൊറ്റത്തൂർ കൈതക്കൊടി പള്ളിയോടവുമാണ് വിജയികളായത്. ആചാര തനിമയിലും ആവേശത്തിലും ഒട്ടും കുറവില്ലാതെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടന്നത്. ജലഘോഷയാത്രയും വള്ളംകളിയും കാണാനായി നിരവധി ആളുകളാണ് പമ്പാ നദിയുടെ ഇരുകരയിലായി തടിച്ചുകൂടിയത്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ എ ബാച്ചിൽ വ്യക്തമായ ലീഡിലാണ് മേലുകര പള്ളിയോടം ഒന്നാമതെത്തിയത്. ആയിരൂർ പള്ളിയോടം രണ്ടാമതും മല്ലപ്പുഴശ്ശേരി മൂന്നാമതുമെത്തി. ബി ബാച്ച് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിലാണ് കൊറ്റത്തൂർ കൈതക്കോടി ജയിച്ചത്. കോടിയാട്ടൂർക്കര പള്ളിയോടം രണ്ടാമതും ഇടപ്പാവൂർ മൂന്നാമതുമായി ഫിനിഷ് ചെയ്തു. ആഘോഷപൂർണമായാണ് ജേതാക്കൾ മന്നൻ ട്രോഫി ഏറ്റുവാങ്ങിയത്. സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചത്. ആറന്മുളയിൽ ഓണാഘോഷം പൂർത്തിയാക്കുന്നത് ഉത്രട്ടാതി വള്ളംകളിയോടെയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത പള്ളിയോടങ്ങളെയാണ് വിജയികളായി പ്രഖ്യാപിച്ചത്. മത്സരത്തിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചാണ് സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും പോയിന്റുകൾ ക്രമീകരിച്ചിരുന്നത്. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളിൽ അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക്, മേലുകര എന്നിവർ ഫൈനലിൽ എത്തി. അവസാനവട്ട തുഴച്ചിലിൽ മേലുകര 8ാം തവണയും മന്നൻ ട്രോഫി ജേതാക്കളായി. കോടിയാട്ടുകര, തൈമരവുംകര പള്ളിയോടങ്ങളെ പിന്നിലാക്കിയാണ് കൊറ്റത്തൂർ കൈതക്കോടി ജേതാക്കളായത്. ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത് കേവലം ഒരു കായിക മത്സരമായി മാത്രമല്ല അവിടെയുള്ള ആളുകൾ കാണുന്നത്. അത് സാക്ഷാൽ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണന് നൽകുന്ന ഒരു സമർപ്പണമാണ്. ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെയാണ് പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത്. ഈ പള്ളിയോടങ്ങൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഏകദേശം 100 അടിയോളം നീളമുള്ള തടിയിൽ തീർത്ത വള്ളങ്ങളാണിവ. ഏകദേശം 100 പേരെയോളം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വലിയ പള്ളിയോടങ്ങളാണ് ഈ കൂട്ടത്തിലുള്ളവയിൽ പലതും. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തുഴക്കാർ തുഴയുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇത്തവണത്തെ വള്ളംകളി കാണാനെത്തിയ ജനങ്ങളുടേത്. ക്ഷേത്രക്കടവിന്റെ നേരെ എതിർവശത്തെ കരയിൽ നിന്നാണ് ഇത്തവണ കൂടുതൽ കാഴ്ചകളും കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തിയ വള്ളങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനായി എത്തുന്ന റെസ്ക്യൂ ബോട്ടിന്റെ കാഴ്ചകളും കുറച്ച് കൗതുകമുണ്ടാക്കുന്നവയാണ്. അതിന്റെ കൂടെ തന്നെ പോലീസിന്റെയും മറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെയും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം വള്ളംകളിയുടെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം.
കോഴിപ്പുറം വീടുകര ഏതന മലപ്പുഴശ്ശേരി അകത്തിക്കുന്നതിനായിട്ട് അറിയിക്കുകയാണ്. ഇടപ്പാവൂർ പണം പള്ളിയോളം എത്രയും പെട്ടെന്ന് ഈ ജനതയ്ക്ക് മുന്നിൽ നിന്ന് മുന്നോട്ട് നീക്കിയിടണമെന്ന് അറിയിക്കുന്ന പള്ളിയോട പ്രവർത്തകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇടപ്പാവൂർ പള്ളിയോളം എത്രയും പെട്ടെന്ന് മുന്നോട്ട് നീക്കിയിടേണ്ട യാതൊരു കാരണവശാലും പള്ളിയോട അതുപോലെ ഏവാറ്റും സമയം ആരാധനം എന്നിവയ്ക്ക് കാട്ടൂരിലും വെൺപാലയും കാട്ടൂര് വെൺപാല എന്നീ പള്ളിയോടങ്ങള് സമയം ആടയാഭരണം എന്നിവ നേടിയിരിക്കുന്നു. മേലുകര പൊതുയോടമാണ്. മേലുകര പൊതുയോടത്തിലാണ് ഒന്നാം സ്ഥാനം.